നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ നീളെ കിനാ കാണും അനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറപറയോ പെണ്ണാളു കൊയ്തുവരും കച്ച നിറപ്പൊലിയാൽ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തുടിതാളത്തൊടിയേറ്റം മത്സര കളിവള്ളത്തിരയോട്ടം പെണ്ണിനു മനമാകെ കണ്ടിരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം സുഹൃത്തുക്കളെ ചടങ്ങ് ആരംഭിക്കുകയായി സ്വാഗത പ്രസംഗം നടത്തുന്നതിനു വേണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീ ശൂരനാട് നിസാറിനെ ക്ഷണിച്ചുകൊള്ളു. കേരള പ്രവാസി സംഘം സാന്ത യൂണിറ്റ് കമ്മിറ്റിയുടെ 9ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈദ് ദിന സമ്മേളനമാണ് ആരംഭിക്കുന്നത്.
കഴിഞ്ഞ 9 വർഷക്കാലമായി സാംദയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പുരോഗതിയുടെ അധ്യായം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് സാംദ കേരള പ്രവാസി സംഘം എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈദ് ദിന കലാപരിപാടികൾ നടത്തുകയും റംസാനോടനുബന്ധിച്ച് നോമ്പ് തുറ സംഘടിപ്പിക്കുകയും മറ്റ് ഇതര രംഗങ്ങളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുവാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ രമേശ് ബാബുവിനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. സാംദയുടെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് വളരെയധികം സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ രമേശ് ബാബുവിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ എം താഹയ്ക്കാണ്. അദ്ദേഹം മലയാളം ന്യൂസിന്റെ ലേഖകൻ എന്നതിലുപരി ഈ സംഘടനയുടെ ആദ്യകാല പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ യോഗത്തിന്റെ മുഖ്യ ആശംസ പ്രസംഗനും കേരള പ്രവാസി സംഘം ജിസാൻ ഘടകത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ എം.എസ്. മോഹനൻ ചേട്ടനാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എൻ.എം. മൊയ്തീൻ ഹാജിക്കും ശ്രീ ഡോക്ടർ ചന്ദ്രശേഖർ സാംദയിലെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവാസികൾക്ക് വളരെയധികം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീ അബ്ദുള്ള പാതിരപ്പാടത്തിനാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടുപോയി. അവർക്ക് ഈ പ്രവാസി സംഘടനയുടെ പേരിൽ ഞാൻ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ സംഘടനയുടെ ഭാരവാഹി ശ്രീ ഖാലിദ് അബാജി, മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഈ വേദിയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പരിപാടി വീക്ഷിക്കാനെത്തിയിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. कुछ है बोलना, कुछ तुम बोलो, कुछ हम बोले ढोलना। വേദിയിലിരിക്കുന്ന ബഹുമാന്യ അതിഥികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പ്രവാസി സംഘം ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, മഹത്തായ ത്യാഗത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് ഏവർക്കും പ്രവാസി സംഘത്തിന്റെയും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ അറിയിക്കട്ടെ. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് പ്രവാസി സംഘത്തിന്റെ 9ാം വാർഷികവും അതോടൊപ്പം പെരുന്നാളും ആഘോഷിക്കുന്ന ചടങ്ങിനു വേണ്ടിയാണ്. ഈ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൊച്ചു പട്ടണത്തിലും അതിനോട് ചേർന്നുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലും വൈവിധ്യങ്ങളായ കഴിവുകളുള്ള ഒട്ടനവധി കലാകാരന്മാരും മറ്റ് വ്യക്തികളും ഉണ്ട്. അവരെ നമ്മുടെ ഈ വേദിയിലൂടെ പരിചയപ്പെടുത്തുക, അവർക്ക് പ്രോത്സാഹനം നൽകുക, അങ്ങനെയായിരുന്നു ഉദ്ദേശം. ഇവിടെ ഇന്നത്തെ വേദിയിൽ ഗാനമേള അവതരിപ്പിക്കാൻ ഏതാനും ചില കലാകാരന്മാർ അനുവാദം ചോദിക്കുകയുണ്ടായി.
സ്നേഹപൂർവ്വം നാം അവരെ സ്വാഗതം ചെയ്യുകയുണ്ടായി. പക്ഷെ യാദൃശ്ചികമെന്ന് പറയട്ടെ, ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അവരോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും തന്നെയില്ല. ഈ വേദിയിൽ ഇന്ന് കരോക്കി ഗാനം ആലപിക്കുവാൻ സാംതയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമുള്ള ഏതാനും ചില ഗായകരാണ് പങ്കെടുക്കുന്നത്. അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഈ പരിപാടി വിജയപ്രദമാക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രവാസി സംഘത്തിന്റെ പ്രവർത്തനങ്ങളെയും മറ്റ് ലക്ഷ്യങ്ങളെയും കുറിച്ചൊക്കെ ഇവിടെ വിശദമായി സംസാരിക്കുവാൻ ഉദ്ഘാടകനായ എം താഹയും അതുപോലെ ഇതിന്റെ ജിസാൻ മേഖലാ പ്രസിഡന്റ് സി മോഹനചേട്ടനും ഒക്കെ വിശദമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറുഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് പരിമിതമായ സമയം സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 1 മണിക്ക് മുമ്പ് പരിപാടികൾ അവസാനിപ്പിക്കണം എന്നാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഉള്ളിൽ തന്നെ നമുക്ക് ഈ പരിപാടി ഭംഗിയായി അവസാനിപ്പിക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ എം താഹ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ये प्यार बड़ी मुश्किल से इस प्यार में हमको ना कर छोड़ना, ना छोड़ना, कब तक चुप बैठे, अब तो कुछ है बोलना, कुछ तुम बोलो कुछ हम बोले, ओ ढोलना। कब तक चुप बैठे, अब तो कुछ है बोलना, कुछ तुम बोलो कुछ हम बोले, ओ ढोलना। मर जाना था ये भेद नहीं था ढोलना, ओ ढोलना, ओ ढोलना। ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള പ്രവാസി സംഘം അതിൻ്റെ സാംത യൂണിറ്റിൻ്റെ 9ാമത് വാർഷികവും അതുപോലെ തന്നെ ഈദാഘോഷങ്ങളോടനുബന്ധിച്ച് കലാകാരന്മാരുടെ കലാപരിപാടികളും കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അടക്കമുള്ള പരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഘോഷത്തിൻ്റെ അവസരത്തിൽ വലിയ പ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് തോന്നുന്നു. കാരണം സർവത്ര ആഘോഷത്തിൻ്റെ ഒരു മൂഡിൽ ഇത്തരം ഗഹനമായ വലിയ യോഗങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ പ്രവാസി സംഘടനകൾക്കും മാതൃകാപരമാണ്. സാംതയിലെ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ബൃഹത്തായ സംഘടന എന്ന നിലയിൽ നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി മലയാളി സംഘടനകളിൽ
ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് പ്രവാസി സംഘത്തിന് നടത്താൻ കഴിഞ്ഞത്. ഇത് വളരെ അർപ്പണബോധമുള്ള, അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും മറ്റ് വിഭാഗീയതകൾക്കും ഒക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം മലയാളികൾ ഇതിന് പിന്നിലുള്ളതുകൊണ്ടാണ്. കാരണം മലയാളികൾക്ക് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ. മറ്റ് ഒരു ജനവിഭാഗത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളും സാമൂഹ്യ ബോധവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും ഒക്കെ തന്നെ മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. നമുക്കിവിടെ തന്നെ അറിയാം, ഗൾഫ് ലോകത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലെയും, ഏഷ്യൻ രാജ്യങ്ങളിലെയും മറ്റ് ചൈനയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം തന്നെയുള്ള ആളുകൾ, ഇവിടുത്തെ ഒരു ജനസംഖ്യയുടെ 48% ആളുകൾ വിദേശികളാണ് ഇവിടെ. ഇത് പല വിഭാഗങ്ങൾ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ജനവിഭാഗങ്ങളിലാകെ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ് മലയാളികളുടെ പ്രത്യേകത. മലയാളികൾ എവിടെ പോയിട്ടുണ്ടായാലും ലോകത്തിന്റെ ഏത് കോണിലും മലയാളി എത്തപ്പെടുകയും അവിടെയൊക്കെ തന്നെ അവരുടെ വ്യക്തിത്വവും മലയാളിയുടെ സാംസ്കാരികമായ ആ തനിമയും ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് മലയാളികളുടെ പ്രത്യേകത. മറ്റ് ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇത്തരം കൂട്ടായ്മകൾ ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടും. മറ്റ് എന്നോടൊപ്പം ജോലി ചെയ്യുന്ന പല വിദേശികളും, പല ഈജിപ്തിൽ നിന്നും അതുപോലെ തന്നെ സുഡാനിൽ നിന്നും ഒക്കെ ഉള്ളവരൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ മലയാളികൾക്ക് മാത്രമാണ് ഇത്തരം സംഘടനകളുള്ളത്, ഇതെന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കൂട്ടത്തോടുള്ള വലിയ സമൂഹം തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊക്കെ തന്നെ ഇത്തരം ഔപചാരികമായ സംഘടനകളോ സംഘടനാ പ്രവർത്തനങ്ങളോ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാംസ്കാരികമായ മലയാളി ചരിത്രപരമായി ആർജിച്ച മലയാളി കേരളത്തിന്റെ സാംസ്കാരികമായ ചരിത്രപരമായ കാരണം കൊണ്ടാണ്. കാരണം മലയാളി എവിടെ പോയാലും അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇത്തരം സംഘടനാ ബോധം ഉയർത്തിപ്പിടിക്കുകയും മലയാളികൾക്ക് സ്വന്തമായ വ്യക്തിത്വവും അതുപോലെ തന്നെ സാംസ്കാരിക ബോധവും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഇത്തരം വേദികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അവരുടെ സഹജമായ ഒരു പ്രത്യേകതയാണ്. അതുതന്നെയാണ് ഈ പ്രവാസി സംഘത്തിൻ്റെയും പ്രവർത്തന മാതൃക അതുതന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം സംഘങ്ങളാണ്, ഇത്തരം സാമൂഹ്യ പ്രവർത്തനത്തിന്റെ സംഘങ്ങൾ അപ്രത്യക്ഷമാകുന്ന പുതിയ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഒരു കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ജോലി സമയത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഒഴിവു സമയമുള്ള ഈ പ്രവാസി സംഘത്തിന്റെ പിന്നിലുള്ളവർ തന്നെ ഇവിടെ സാംതയിലാണെങ്കിൽ ഇതൊക്കെ തന്നെ പലപ്പോഴും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ കൂടുതൽ ഒഴിവു സമയമുള്ള വലിയൊരു ഉപരിവർഗമാണ് മറ്റ് എല്ലാ തലത്തിലും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷെ സാംതയിലെ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകര് പലരും തിരക്ക് പിടിച്ച സാധാരണ ജോലി ചെയ്യുന്നവരടക്കം അല്ലെങ്കിൽ ഡോക്ടർമാരും എല്ലാവരും സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവരും ഇതിൽ ഭാഗഭാക്കാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇത്തരം കലാപരിപാടികൾ നമ്മുടെ ആഘോഷത്തിന്റെ എല്ലാ ആഘോഷത്തിന്റെയും നമുക്കറിയാം, മാധ്യമങ്ങൾ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തന്നെ ആകെത്തുകയായിട്ട് മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓണം വന്നാൽ തന്നെ നമ്മുടെ മീഡിയാസാണ് ഓണം ആഘോഷിപ്പിക്കുന്നത്. നമ്മളെ വെറും കാണികളാക്കിക്കൊണ്ട് നമ്മളെ ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പങ്കാളിത്തമില്ലാത്ത ഒട്ടേറെ കലാപരിപാടികളിൽ നമ്മെ കാണികളാക്കുന്ന ഈ കാലത്ത് ഇത്തരം സ്വന്തമായി പങ്കാളിത്തത്തോടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള വേദികൾ ഉണ്ടാക്കുക എന്നത് തന്നെ ഇത്തരം ആഗോളവൽക്കരണ സംസ്കാരത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവാസി സംഘം നേതൃത്വം നൽകിക്കൊണ്ട് പോകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി തുടർന്നുമുണ്ടാകണം. പ്രവാസി സംഘം പ്രവാസി മലയാളികൾക്കാകെ തന്നെ മാതൃകയാകുന്ന തലത്തിൽ പ്രവർത്തിക്കണമെന്ന് ഇതിന്റെ ഭാരവാഹികളോടും പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ പിന്നിലുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ ഈദ് ആഘോഷത്തിൽ തന്നെ വലിയ ഒരു ഇവിടുത്തെ ഈ മേഖലയിലെ മുഴുവൻ മലയാളികളും ഒരുമിച്ച് കൂടുന്നതിനും പരസ്പരം കാണുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും ഒക്കെ തന്നെയുള്ള ഒരു വേദി ഉണ്ടാക്കിയ ഈ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.
എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനം. ये प्यार बड़ी मुश्किल से इस प्यार में हमको पागल ना कर छोड़ना, ना छोड़ना, कब तक चुप बैठे हम तो कुछ है बोलना, कुछ तुम बोले कुछ हम बोले बोलना. അടുത്തതായി ഈദ് ദിന സന്ദേശം നടത്തുന്നതിനു വേണ്ടി ശ്രീ അബ്ദുള്ള പാതിരിപ്പാടത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം കേരള പ്രവാസി സംഘം സാന്ത യൂണിറ്റ് നടത്തപ്പെടുന്ന ഈദ് ആഘോഷവും വാർഷികവും നടത്തുന്ന ഈ വേളയിൽ ഈദിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് അത് സ്വീകരിക്കുകയും നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. ഹജ്ജ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ്. കേവലം ഒരു ആരാധനാ കർമ്മം എന്നതിലുപരി മൗലികവും മാനവികവുമായ അനേകം കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട് ഹജ്ജിൽ. ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളിലെല്ലാം തന്നെ വ്യക്തിപരവും സാമൂഹികവുമായ ധാരാളം നന്മകൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് സത്യം. അതിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന ഒരു കർമ്മമാണ് ഈ പരിശുദ്ധ ഹജ്ജ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകം പരിശോധിക്കുമ്പോൾ സൃഷ്ടാവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചുള്ള പ്രകടന പ്രഖ്യാപനമാണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും കൂടാതെ വേറെയും ചില കാര്യങ്ങൾ ഹജ്ജിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹൃദയ ശുദ്ധി വഴി വ്യക്തികളോടും സമാന സൃഷ്ടികളോടുമുള്ള ബാധ്യത നിറവേറ്റുകയാണ് അത്. ഹജ്ജിനിടയിലൂടെ നടത്തുന്ന ബലികർമ്മം അതിനൊരു ഉദാഹരണമാണ്. ലൻ യനാലല്ലാഹു ലഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലിയുടെ മാംസമോ രക്തമോ ദൈവത്തിലേക്ക് എത്തുന്നില്ല, ദൈവത്തിന് അതിന്റെ ആവശ്യവുമില്ല. പിന്നെന്തിന് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായി? അഗതികൾക്കും വിശക്കുന്നവനും പാവപ്പെട്ടവനും ബലിയുടെ മാംസം എല്ലാവരിലും എത്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യണമെന്ന ദൈവകൽപ്പന അംഗീകരിക്കുക എന്നതാണത്. സൂറത്തുൽ ഹജ്ജിലെ 28-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് പറയുന്നു, ഫകുലൂ മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അതിൽ നിന്നും വിശന്നവനും പാവപ്പെട്ടവനും ഭക്ഷണം നൽകുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്ന്. അതുപോലെ ഹജ്ജ് ഒരുമയുടെയും സമർപ്പണത്തിന്റെയും വിളംബരമാണ്. ഭൂമിശാസ്ത്രപരമായോ ഭാഷാ വർഗങ്ങളുടെ പേരിലോ യാതൊരു അകൽച്ചയുമില്ലാതെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്നും
അവന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനും ആരാധന ചെയ്യാനും കടപ്പെട്ടവരാണെന്നും വിളംബരപ്പെടുത്തുന്നു. ഹജ്ജ് ഒരു കൂട്ടായ്മയുടെ ചരിത്രമാണ് പറഞ്ഞു തരുന്നത്. മാനവന്റെ മനസ്സുകൾക്കിടയിൽ ജാതിയുടെയോ വർഗത്തിന്റെയോ മതിലുകളില്ലെന്ന ഗുണപാഠവും അവരുടെ കൂട്ടായ്മയാണ് ലോകത്തിന്റെ ശക്തി എന്ന വിളംബരവും ഹജ്ജ് നടത്തുന്നുണ്ട്. അറഫയിൽ മേളിക്കുമ്പോഴും മിനായിൽ തമ്പടിക്കുമ്പോഴും മുസ്ദലിഫയിലെ രാപ്പാർക്കുമ്പോഴും ഈ കൂട്ടായ്മയുടെയും തീർത്ഥാടനത്തിന്റെയും ഗണിതം ലോകമറിയുന്നു. ഞാൻ എൻ്റെ വിഷയം ദീർഘിക്കുന്നില്ല, ചുരുക്കുകയാണ്. ഇത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഞാൻ ചിന്നി പില്ലേലും ആരംഭമു
അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ആശംസാ പ്രസംഗം നടത്തുന്നതിനു വേണ്ടി ശ്രീ മോഹനൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള നാട്ടുകാരെ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗമനസ്സിൻ്റെ ത്യാഗസ്മരണ പുതുക്കുന്ന ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആദ്യമായ ഈദ് ദിനാശംസകൾ. കേരള പ്രവാസി സംഘം സാന്ത യൂണിറ്റിൻ്റെ 9ാം വാർഷിക ദിന ആഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സാന്തയ്ക്കകത്തും സാന്തയ്ക്ക് പുറത്ത് മറ്റിതര പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ തന്നെ മലയാളികളായ പ്രവാസികളുടെയും നീറുന്ന ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളാലാകും വിധത്തിലുള്ള സഹായങ്ങൾ അവർക്ക് നൽകി. അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, ശാരീരികമായിക്കൊള്ളട്ടെ, ഏത് വിധത്തിലായാലും ശരി, കർമ്മനിരതമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സാന്തയ്ക്കകത്തെ മുഴുവൻ തന്നെ മലയാളി പ്രവാസികളുടെയും പ്രത്യാശയും പ്രതീക്ഷയുമായി തീർന്നിരിക്കുന്ന കേരള പ്രവാസി സംഘം സാന്ത യൂണിറ്റിൻ്റെ സംഘാടകരോടും പ്രവർത്തകരോടും ഞാൻ കേരള പ്രവാസി സംഘം മേഖലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അഭിവാദ്യം അർപ്പിക്കുന്നു, ആശംസകൾ നേരുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ കരോക്കി ഗാനമേളയും നമ്മുടെ കുഞ്ഞു കുരുന്നുകളുടെ ആഘോഷ പരിപാടികളുമെല്ലാം നടക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर, सबको मालूम है और सबको खबर हो गई। आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर, सबको मालूम है और सबको खबर हो गई। आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर, सबको मालूम है और सबको खबर हो गई। हमने तो प्यार में ऐसा काम कर लिया, प्यार की राह में अपना नाम कर लिया। हमने तो प्यार में ऐसा काम कर लिया, प्यार की राह में अपना नाम कर लिया, प्यार की राह में अपना नाम कर लिया। आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर, अच्छा, सबको मालूम है और सबको खबर हो गई। तो क्या आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर, सबको मालूम है और सबको खबर हो गई।
അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ചന്ദ്ര അവർകളെ വിനീതമായി ക്ഷണിച്ചുകൊള്ളു. ಈ ವೇದಿಲಿ ಇರಿಕಿನ ಎಲ್ಲ ಎನ್ನ ಸುರುತುಗಳೇ പിന്നെ നാട്ടുകാരെ, എനിക്ക് ഈ കേരള പ്രവാസി സംഘ നടത്തി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എപ്പോഴും എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ കൊല്ലം പോലീസ് അനുവാദം കിട്ടാത്ത ഇതൊന്നും നടന്നില്ല. അപ്പോൾ കുറച്ച് വിഷമമായി. എന്നറിയോ, ഇവിടെ ഉള്ളവർ 90% കൂടുതൽ എല്ലാ ശ്രമജീവികളും എല്ലാവർക്കും ഒത്തിരി തിരക്കാണ്. ആ ജോലി തിരക്കിലെ ഓരോടെ ഇങ്ങനെ ചേരിട്ടു അവർ സുഖദുഃഖങ്ങൾ പങ്കുവെക്കാനാണ് വേറെ അവസരം കിട്ടത്തില്ല. പിന്നെ ഞങ്ങളെ കുട്ടികളെ പിന്നെ ഈ കലാകാരರ ഒരു പ്രതിഭ ഉണ്ടല്ലോ, അത് പുറത്തു വരാൻ ഒരു അവസരവും കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെല്ലാം തമ്മിൽ ചർച്ചിച്ച് ഒരു തീരുമാനത്തിലെത്താനോ കഴിയും. ഇല്ലെങ്കിൽ എല്ലാ ഒരേടെ ഇങ്ങനെ ചേരാനോ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കേരള പ്രവാസി സംഘ നടത്ത ഇതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഇവർ ഒരുപാട് നല്ല നന്മയെ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ജാതി മത ഭേദ ഒന്നും കാണിക്കാത്ത ഒരു നല്ല ಕಾರ್ಯ നടത്തിക്കൊണ്ട് ಬಂದ ಇವರಿಗೆ എന്ന നന്ദി. പിന്നെ ഒരുപാട് ദേശങ്ങൾ ചുറ്റി കറങ്ങി വന്നു. അതിലെ ഇതുപോലും ഇവിടെ ജീസാൻ ഏരിയയിലോ ഇതുപോലും ഒരു സംഘടന വേറെ എവിടെ ഇല്ല എങ്ങനെ പറഞ്ഞ അത് ഒരു അതിശയോക്തിയല്ല. പിന്നെ കണ്ട എല്ലാ ദേശങ്ങളിലെ അമേരിക്കയിലെ ഇതുപോലെ സംഘടനകൾ അവിടെയും ഒരു മതഭേദ ಇಲ್ಲ. ಆರೆಂಗಿಲ್ ഒരു ನಮ್ಮ ನಾಟುಕಾರ ಅವನಿಗೆ ಇಂಡಿಯಾದಿಂದ ಎದೇ ರಾಜ್ಯದಿಂದ ಬಂದಾಲೋ ಅವರು ಏರ್ಪೋರ್ಟ್ಲೆ പിന്നെ ഓഫീസുകളിലെ എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. അതുപോലെ ഇവിടെ നടത്തിക്കൊണ്ട് വരട്ടെ, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ട് വരട്ടെ എങ്ങനെ ആശംസിച്ച് എന്ന ഈ വാക്ക് നിർത്തും. പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ ഷായരിടും തോഹദൻ കൺമണി പൂരിത നൂറ് പൂങ്കരൾ ഫാത്തിമ പാരിലെ നാരിമാർ കാകയിൽ മാതൃക പാരിലെ നാരിമാർ കാകയിൽ മാതൃക പൂവിയാൾ ഹാഷി പൂവിതൾ ഫാത്തിമ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ
ഫാത്തിമ, ആഹിറം നാളിലും മാനിതം ഫാത്തിമ, ഓർമ്മയിൽ എന്നും മിന്നിടും ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരും ഹൂറി പൂമകൾ ഫാത്തിമ. േറിടും തോഹദൻ കൺമണി, പൂരിത നൂറ് പൂങ്കരൾ ഫാത്തിമ. പാരിലെ നാരിമാർ കാകയിൽ മാതൃക, പാരിലെ നാരിമാർ കാകയിൽ മാതൃക, പൂയാൾ ഹാഷിം പൂവിതൽ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരും ഹൂറി പൂമകൾ ഫാത്തിമ. താങ്ക് യു. അടുത്തതായി ശ്രീ NM മൊയ്തീൻ ഹാജി, നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം റിപ്പോർട്ട് അവതരണവും അതോടൊപ്പം 2 വാക്കും സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. കേരള പ്രവാസി സംഘം ജില്ലാ കൊല്ലം തോറും ഇതുമാതിരിയുള്ള പരിപാടി ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഈ 9 വർഷം ഇതിവിടെ നടത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. അത് ചെറിയ ബുദ്ധിമുട്ടുകളല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ഇതിൻ്റെ പേപ്പർ അടക്കം ഉണ്ടാക്കാൻ ഇതിന് മെനക്കിടുന്നത്. ഈ പേപ്പർ കിട്ടണമെങ്കിൽ ഒത്തിരി പ്രാവശ്യം ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഈ പേപ്പർ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇതെന്താണ്, ഇവർക്ക് വേറെ പണിയില്ലേ, ഇവർ ഒരു തൊഴിലില്ലാത്ത ആൾക്കാരാണോ, അതെ ഇവർ വെറുതെ നടക്കുന്ന ആൾക്കാരാണോ എന്ന്. ഇവിടെ നല്ല ജോലിയും തിരക്കുകളും ഉള്ള സമയങ്ങളിൽ കിട്ടുന്ന സമയം ഇവിടെ കേരള പ്രവാസി സംഘം ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കിടന്നുറങ്ങാൻ ശ്രമിക്കാറില്ല. ഒരു മൊബൈൽ വരെ ആരും ഓഫ് ചെയ്യാറില്ല ഇതിൻ്റെ സംഘാടകർ. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കും, അവരോട് സംസാരിക്കും. പോലീസ് സ്റ്റേഷൻ വരെയുള്ള കാര്യങ്ങൾ നടത്താൻ സജീവമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് ഈ സംഘടന. അതിലൊരു തർക്കമില്ല. ഒത്തിരി പ്രാവശ്യം എനിക്കറിയാവുന്ന സംഭവമാണ്. ഒരു 12 മണി 1 മണി നേരത്തൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയും ഇതാ ഇപ്പോൾ ഒരാൾ അതിൻ്റെ അകത്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി തരണം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇറക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ പ്രവാസി സംഘടനയുടെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം കരുത്തുകൊണ്ടല്ല, ഇവിടെ ഈ പ്രവാസി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് 100-ൽ പരം മെമ്പർമാർ ഈ സംഘടനയിലുണ്ട്. 1, 2 അല്ല, ഇന്ന് ഒരുപാട് പേര് ഇതിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ ചേരാൻ വേണ്ടി ഇതിന്റെ ഫോം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഒത്തിരി പേര് അത്രയും ഗംഭീരമായിട്ടാണ് ഇന്ന് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഈ ആളുകളുടെ ഈ കൂട്ടായ്മയുടെ ശക്തമായ പ്രവർത്തനം കൊണ്ടാണത്. വിഷയം അതല്ല, ഈ റിപ്പോർട്ട് വാദിക്കലാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞു പോയെന്ന് മാത്രം. കാരണം ഇവിടെ ചില ആളുകൾ എന്നോട് തന്നെ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? പണിയുണ്ടല്ലോ സുഹൃത്തെ, ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് പണിയുണ്ടോ, ഞാൻ വരാം അങ്ങോട്ട്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അയ്യോ ഈ അങ്ങോട്ടല്ല, നിങ്ങളുടെ പണിക്ക് സുഖമുള്ളതല്ലേ, എന്നാ എന്റെ സുഖമുള്ള പണിക്ക് നീ എന്തുവാ, ഞാൻ പണി മേടിച്ചു തരാം നാളെ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ തമാശ പറഞ്ഞതാ. അങ്ങനെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ടായി. എന്നാൽ അതിനേക്കാൾ സന്തോഷമുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വേദനിക്കുന്ന ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സന്തോഷമുള്ള കാര്യം കിട്ടുമ്പോൾ അത് അടികൂടെ പോയി ഇത് മുഴുകൂടെ വരും. അതാണ് അതിന്റെ സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഇത് പ്രവർത്തിക്കണമെങ്കിലും, ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിലും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ഇവിടെ ഉള്ള കേരള പ്രവാസി, ഈ ഇവിടുത്തെ പ്രവാസികളായ മലയാളികൾക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ ഇവിടെ ഒരു 10,000 കൂപ്പൺ വിതരണം ചെയ്യുന്നുണ്ട്. ചിലരിലേക്ക് ഈ കാശ് പുട്ടടിക്കാനാണ്. ഇല്ല, ഇതിന്റെ പ്രവർത്തകർ കിട്ടുന്ന കാശിൽ അപ്പുറം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, പലർക്കും വേണ്ടി, അസുഖമുള്ള ആൾക്കാർ
കിഡ്നി സംബന്ധമായുള്ള ആൾക്കാർ, അങ്ങനെ പലരും, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, ഒരുപാട് ഒത്തിരി പേർക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്ത സംഘടനയാണിത്. 8 കൊല്ലത്തിന്റെ ഉള്ളിൽ ഒരുപാട് സഹായം, കുറച്ചൊന്നല്ല, ഒത്തിരി സഹായം പലർക്കും ചെയ്തിട്ടുണ്ട്. അത് സ്വന്തം പോക്കറ്റിലെ കാശിട്ടിട്ടും സമയം വേസ്റ്റ് ചെയ്തിട്ടും രാത്രി 12 മണിക്കൊക്കെ ഇരുന്ന് കമ്മിറ്റി കൂടിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ. അത് ഇവിടുത്തുള്ള ഓരോ പ്രവാസികൾക്കും വേണ്ടിയാണ്. ഞങ്ങൾ പണിയില്ലാത്ത ആൾക്കാരല്ല, തൊഴിലില്ലാത്ത ആൾക്കാരല്ല. പണിയുണ്ട്, ഞങ്ങൾക്ക് ഉറങ്ങണം, ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങാത്ത ആൾക്കാരെന്നല്ല, ഉറങ്ങും. എന്നിരുന്നാലും പലർക്കും വേണ്ടി ചെയ്യണം. ഞങ്ങൾ ഉറങ്ങിയാൽ മറ്റുള്ളവർ ഉറങ്ങും. അപ്പൊ നമ്മൾ ഉണർന്നിരുന്നാൽ പലർക്കും വേണ്ടി പലതും ചെയ്യാൻ നമുക്ക് കഴിയണം. എല്ലാവരും കിടന്നുറങ്ങിയാൽ എല്ലാവരും ഉറക്കം. ജീവിതത്തിൽ നല്ല ശതമാനം നമുക്ക് ഉറക്കാണ്. മരിച്ചു പോയാൽ നല്ല ഉറങ്ങണം. അതിന്റെ മുമ്പിൽ നമ്മൾ പകുതി ഉറങ്ങുക. 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റും? അത് കിട്ടിയത്തോളം സമയം ഉറങ്ങും. അപ്പൊ കുറച്ച് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, വലയുന്നവന് വേണ്ടി, സുഖമില്ലാത്തവന് വേണ്ടി, കഷ്ടപ്പെടുന്നവന് വേണ്ടി കഴിയാവുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഒരാൾക്ക് വയ്യ വരുമ്പോൾ അവിടെ ചെല്ല. ഒരു സുഹൃത്ത് വണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിച്ചു ഇവിടെ അതിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. രാത്രി അയാൾ ഇരുട്ട് സമയത്താണ് നടന്നു പോയിരുന്നത്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അയാൾക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ കാശ് കുറഞ്ഞു പോയി. കാരണം എന്താ? ഇരുട്ടത്ത് നടന്നു പോയി ആക്സിഡന്റ് ആയാൽ കോമ്പൻസേഷൻ കുറയും, ചെറിയ കാശ് കിട്ടും. ലൈറ്റുള്ളിടത്തൂടെ നടന്നു പോകുമ്പോഴേ തട്ടിയെങ്കിൽ വലിയ സംഖ്യ കിട്ടും. നിയമപരമായിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ് നമ്മളോട്. അതിനുവേണ്ടി ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു. അവർക്ക് വേണ്ടി നമ്മൾ പിരിവും നടത്തി കൊടുത്തു. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രദീപ് മുതൽ ബഷീർ മുതൽ അങ്ങനെ ഇബ്രാഹിം കുട്ടി വരെ ഒരു നീണ്ട നിര തന്നെ, പറയാൻ പറ്റില്ല അത്രയും നീണ്ട നിര. ഈ കാലയളവിൽ 9 കൊല്ലത്തിന്റെ ഉള്ളിൽ ഒത്തിരി സഹായം ചെയ്ത ഒരു സംഘടനയാണ് കേരള പ്രവാസി സംഘം. ഇന്നും നാളെയും ഇതിന്റെ അപ്പുറം ചെയ്യാൻ തയ്യാറുമാണ്. അത് ചെയ്യാൻ കഴിവുള്ള സംഘടനാ പ്രവർത്തകരാണ് ഈ കേരള പ്രവാസി സംഘത്തിലെ മെമ്പർമാരും അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇത്രയും സംസാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. സമ്മേളന കാര്യപരിപാടികൾ ചുരുക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കലാപരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അടുത്തതായി കലാപരിപാടികൾ ആരംഭിക്കുകയാണ്.
പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പങ്കിളിയെ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പങ്കിളിയെ ഉച്ച സമയത്ത് നീയെ വിടെ ഉണ്ണാൻ വരാതെ നീ പോയെ വിടെ ഉച്ച സമയത്ത് നീയെ വിടെ ഉണ്ണാൻ വരാതെ നീ പോയെ വിടെ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പങ്കിളിയെ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊക്കിളിയെ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊക്കിളിയെ സരസപ്പൂവേ നീ വന്നില്ലല്ലോ സംഗതി എന്തെന്നറിഞ്ഞില്ലല്ലോ ആരോ വഴിക്ക് വിളിച്ചതാണോ അല്ല നിനക്ക് പിഴച്ചതാണോ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊക്കിളിയെ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊക്കിളിയെ പച്ചക്കിളിയെ പനങ്കിളിയെ പത്തരമാറ്റുള്ള പൊക്കിളിയെ ഉച്ച സമയത്ത് നീയെ വിടെ ഉണ്ണാൻ വരാതെ
pictures of the night. Zoom again and see the shadows dancing in the pale moonlight. Zoom again and feel your heartbeat pumping. Now the time is right. So come walk out the door. Get down, get on the floor. Let's shout, break out. Come on, once again, let's hear it. कभी है धूप जिंदगी हर पल यहाँ जी भर जियो जो है समा कल हो न हो हर घड़ी बदल रही है रूप जिंदगी छाँव है कभी कभी है धूप जिंदगी हर पल यहाँ जी भर जियो जो है समा कल हो न हो जो तुम्हें पूरे दिल से मिलता है वो मुश्किल से ऐसा जो कोई कहीं है बस वो इस हद से हंसी है उस हाथ को तुम थाम लो वो मेहरबान कल हो न हो हर पल यहाँ जी भर जियो जो है
लो इस पल है जो वो दास्तां कल हो न हो। हर घड़ी बदल रही है रूप जिंदगी, चाव है कभी कभी है धूप जिंदगी। हर पल यहाँ जी भर जियो, जो है समा कल हो न हो। हर पल यहाँ जी भर जियो, जो है समा कल हो न हो।
മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട് ചെമ്പക വെൺമലർ തൂവിരിപ്പിൽ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട് ചെമ്പക വെൺമലർ തൂവിരിപ്പിൽ മധുവിധുരാവിനാ ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരീന്തി മധുവിധുരാവിനാ ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരീന്തി താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ മധുമാസ സുന്ദര ചന്ദ്രലേഖ. താങ്ക് യു.